ഹലോ, ഷെൻറാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സദ്യൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. കുറേ ആകുമ്പോൾ നമുക്കൊരു സദ്യ എന്നൊരു പൂതിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കിയ കുറച്ച് വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു സദ്യ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നോക്കുന്നു. അതുപോലെ ചിക്കനും ഉണ്ട്, മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നുമില്ല, ചിലതിന് മാത്രം ഫുള്ളുള്ളൂ. നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ മാമ്പഴവും മൺചട്ടിയിലാണ് അടുപ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ച് കുറച്ച് 2 പച്ചമുളക് ഇട്ടിരിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഞാൻ ശർക്കര ഒഴിച്ചിട്ടുണ്ട്. അതിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ തേങ്ങയ്ക്ക് കുറച്ച് തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് നരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ച കൂട്ട് നമ്മുടെ മാങ്ങയും ശർക്കരയും ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചുകൊണ്ട് വല്ലാണ്ടൊന്നും തിളപ്പിക്കേണ്ട, കുറച്ച് നേരം. അപ്പോൾ അതാ നമ്മുടെ ഒരു ബാലൻസ് ചെയ്യേണ്ടി കുറച്ചൊരു ഉപ്പിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് മാങ്ങേൻ്റെ മധുരം ഉണ്ടാവും, ശർക്കരൻ്റെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്യാണ്ടി മാത്രം ഒരു ഇത്തിരി ഉപ്പിട്ടിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു തള വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ അടുപ്പത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ അതിന് വറവിടാൻ കുറച്ച് സാധാ വറവിടുന്നതിൽ കുറച്ച് കടുകും. പിന്നെ ശേഷം ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി. അതിന് ക്യാബേജ് അതിൻ്റെ ഉപ്പേരിൻ്റെ വീഡിയോസ് പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിയലുണ്ടാക്കിയത് ക്യാരറ്റ്, പച്ചക്കായ, പിന്നെ ഉരുളങ്ങ. അപ്പോൾ ചെറുതാക്കി അരി, പിന്നെ മുരിങ്ങാക്കായ. അപ്പോൾ എല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ വേവിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിരുന്നു കേട്ടോ, പച്ചമുളക് ഇട്ടിട്ട്. അപ്പോൾ അത് തേങ്ങ അരച്ച വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ടത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനുവേണ്ടി കുറച്ച് ചെറുതാക്കി അരിഞ്ഞ മൺചട്ടിയിൽ ചെറുതാക്കി അരിഞ്ഞ പൈനാപ്പിളും 2 പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കടുകും ഇട്ടിട്ടൊന്ന് അരച്ചത് കേട്ടോ. ഞാൻ അതിൽ ജീരകമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം. ഇത് നല്ലതുപോലെ അരച്ചതിന് ശേഷം നമ്മുടെ അരച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തള വന്നോട്ടെ. പിന്നെ അതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തൈര് ഒഴിച്ച് വല്ലാണ്ട് നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട തേങ്ങയാണ്. തേങ്ങ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുതാക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് തള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് തൈര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തള വന്നതിന് ശേഷം നമുക്കതും ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് വറവിട്ട് കൊടുക്കാം. സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വേപ്പില, ചുവന്നമുളക്, അപ്പോൾ അതിട്ടിട്ട് നമ്മുടെ വറവിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം എല്ലാ ഉണ്ടാക്കിയ വിഭവങ്ങളും വറവിട്ടിട്ടാണ്. പിന്നെ അടുത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ തൃശ്ശൂർക്കാരെ സ്പെഷ്യലായ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഉരുളങ്കിഴങ്ങ് ഇഷ്ടം. അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലുണ്ട്. അപ്പോൾ വേണ്ടവരും പോയി അന്വേഷിച്ചു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ ഉരുളങ്കിഴങ്ങ്, സവാള, പച്ചമുളക്, കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്കറിൽ വിസിലടിക്കുക. അതിന് ശേഷം തേങ്ങ വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടവും റെഡി ആയിട്ടിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഇതുപോലെ നമ്മൾ വറവൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ച്. പിന്നെ എല്ലാ വിഭവങ്ങളും നമ്മളൊന്ന് വറവിട്ട് മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അവിയൽ, സാമ്പാർ, ക്യാബേജ് ഉപ്പേരി, പിന്നെ പച്ചടി, പൈനാപ്പിൾ പച്ചടി, പിന്നെ ഇഷ്ടം, പിന്നെ പപ്പടം. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച്, കുട്ടികൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ച്, പിന്നെ മീനും വത്തലുണ്ടായിരുന്നു, വത്തലും പൊരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുള്ള ഇന്നത്തെ ഇത് എല്ലാം. പിന്നെ പെട്ടെന്ന് നമ്മളൊരു സദ്യ ഒരു പായസം ഇല്ലാണ്ട് എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ കുറച്ച് പായസം മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ആ മിക്സ് ഒഴിച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് വീഡിയോസ് കാണുക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരാം. വല്ലാണ്ട് വിശദീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നതല്ല, ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് എടുത്തു എന്നുള്ള. അപ്പോൾ സ്കൂളിലൊക്കെ തുറക്കാനല്ലേ, സ്കൂളത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ മഴയായി തുടങ്ങിയല്ലോ അല്ലേ. സ്കൂൾ തുറക്കാൻ നേരത്ത് മഴ എന്തായാലും നല്ല രസമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിഷയം എത്ര ഉള്ള. അസ്സലാമു അലൈക്കും.